ഞങ്ങൾ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ് അന്വേഷിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ ഒരു ചേട്ടനെ കണ്ടത്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എൻ്റെ കൂടെ വരൂ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ്റെ പിന്നാലെ നടന്നപ്പോൾ ഒരു ഗേറ്റ് കണ്ടാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ്, പടിപ്പുര എന്ന് പറയും. ആ പടിപ്പുരയുടെ ഉള്ളിലേക്കാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വില്ലേജ് കാണാമെന്നായിരുന്നു ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങൾ ലാസ്റ്റ് വില്ലേജ് കാണാനുള്ള ഒരു യാത്രയാണ് ഇന്ന്. ഇവിടേക്കൊണ്ട് വന്നപ്പോൾ അത്ര പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ അല്ല കെട്ടിടങ്ങളൊന്നും കാണുന്നില്ല. പുതിയതും പഴയതുമായിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കണം എന്ന് പറഞ്ഞു. കുറച്ചുകൂടി അങ്ങോട്ട് മേലേക്ക് കയറി പോയി കഴിഞ്ഞാലാണ് ശരിയായിട്ടുള്ള ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് അല്ല ചിറ്റുകുൾ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടക്കുക തന്നെയാണ്. ഇത് ഏകദേശം ഒരു 10-12,000 അടി ഹൈറ്റിലാണ് ഈ ഒരു വില്ലേജ് ഉള്ളത്. എന്ന് മാത്രമല്ല ഇതിൻ്റെ ബോർഡർ അല്ല ഇതിൻ്റെ ഈ മലയുടെ അപ്പുറത്ത് തിബറ്റാണ്, അതായത് ചൈനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തണവ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ലാസ്റ്റ് വില്ലേജ് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നമ്മളെ ഹിമാചൽ പ്രദേശിൽ ചിറ്റുകുൾ എന്നുള്ള സ്ഥലത്താണ്. അതായത് നമ്മൾ മണാലിയിൽ നിന്നും അല്ലാച്ചെങ്കിൽ ഷിംലയിൽ നിന്നൊക്കെ ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ചിറ്റുകുൾ എന്നുള്ള സ്ഥലത്തെത്തുക. അവിടെയാണ് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വില്ലേജുള്ളത്, ചിറ്റുകുളിൽ. ഹലോ, ഹൗ ആർ യു? ഇത് ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ, ലാസ്റ്റ് വില്ലേജിലെ കുട്ടികൾക്ക്. അവർക്ക് ഇംഗ്ലീഷോ എന്തൊക്കെ അറിയുമെന്ന് അറിയില്ല, പക്ഷെ അവർ ഒരു റെസ്പോൺസും ഇല്ല ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ. ഇവിടെ കണ്ട കുറെ വീടുകൾ, പഴയ മരത്തിന്റെ വീടുകൾ കാണുന്നുണ്ട്. വീടുകൾ എന്ന് പറയാൻ പറ്റില്ല, പണ്ട് നമ്മളെ നാട്ടില് മരത്തിന്റെ പെട്ടിക്കടകളൊക്കെ ഉണ്ടാകുന്നില്ല, അതേ മരത്തെ കുറച്ച് പെട്ടിക്കടകൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരും ആരും കാണുന്നൊന്നുമില്ല. അതേമാതിരി അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പഴയതുമായിട്ട് പുതിയതൊക്കെ ആയിട്ടുള്ള വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അധികം ജനങ്ങളില്ല ഇവിടെ, ആരും അധികം പുറത്തൊന്നും കാണുന്നില്ല. ഇതൊരു പഴയ വീടാണ് കണ്ട, അത് മരം കൊണ്ട് ഫുള്ളി മരം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെയും കണ്ട പുതിയ വീടുകളും പഴയ വീടുകളായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതുപോലെ തന്നെ ഒരു യാത്രയിൽ കഴിഞ്ഞ വർഷം നമ്മൾ ബദ്രിനാഥിലൊക്കെ പോയ സമയത്ത് ബദ്രിനാഥിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തായിട്ട് മാന വില്ലേജ്, അത് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് വില്ലേജാണ് വെച്ചിങ്ങനെ. ഇപ്പോൾ ഈ ചിറ്റുകുള്ളുള്ളത് ലാസ്റ്റ് വില്ലേജാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ലാസ്റ്റ് വില്ലേജ് എന്നും അല്ല വെച്ചിങ്ങ മറ്റൊരു സ്ഥലത്തിനെ ഫസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറയുന്നത്? അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, ഒരു മാനദണ്ഡം. അതെന്താണെന്ന് നോക്കാം. അതേമാതിരി തന്നെ ഈ മാന വില്ലേജ്, അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ്, അതിന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ആദ്യം മാന വില്ലേജ് എന്ന് പറഞ്ഞത് ഒരു ലാസ്റ്റ് വില്ലേജ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ മാറ്റി ഇപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാന വില്ലേജ് എന്നാണ്. ഇപ്പോൾ മാന വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അവിടുത്തെ സൈൻ ബോർഡുകൾ. ഇവിടെ കണ്ട മറ്റൊരു പടിപ്പുരയാണ്, അതായത് വളരെ മനോഹരമായിട്ടുള്ളൊരു പടിപ്പുര കടന്നിട്ട് പിന്നെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട അവിടെ ഒരുപാട് വീടുകളുണ്ട്, പഴയ വീടുകൾ, മൊത്തം മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകൾ കണ്ട, ഒക്കെ പഴയ വീടുകളാണ്. പക്ഷെ എന്താണ് പ്രശ്നം വെച്ചാൽ ഇവിടെ ഒന്നും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും കാണുന്നില്ല. അതുമാത്രമല്ല, ഇനി കാണുന്ന ആൾക്കാരോട് ചോദിച്ച കാര്യമായിട്ട് അവർക്ക് ഭാഷ ഒരു പ്രശ്നമായതിൻ്റെ പേരിൽ അവർ ഹിന്ദി അറിയില്ല. അവർക്ക് ഇവിടുത്തെ ഈ ചുറ്റുകൾ ഉള്ള ഭാഷ ഉണ്ട്, അതായത് നമ്മളെ ഹിമാചലിൻ്റെ ആ ഒരു ഭാഷയാണ് അധികം ആൾക്കാർക്ക് അറിയാവുന്നത്. പഴയ വീടുകൾ മാത്രമല്ല, ഇപ്പോൾ കുറേ പുതിയ വീടുകളും അവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ട, ഓടിട്ടതും അത് ചാസ്പെറ്റോസൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു അമ്പലം വരച്ചൊരു സംഭവം കാണുന്നുണ്ട്. ഇത് കണ്ടത് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഇതൊരു പുരാതന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയ വീട് എന്ന് വേണമെച്ചാൽ പറയാം. പിന്നെ ഇവിടെ നല്ലൊരു പടിപ്പുര കാണുന്നുണ്ട്. ആ പടിപ്പുരയുടെ ഉള്ളിൽ കയറി നോക്കാം. ഈ വീടിൻ്റെയൊക്കെ മേലെ നോക്കി കണ്ട, അതിന്മേൽ ഒരുതരം കരിങ്കല്ലിൻ്റെ പാളികളാണ് ഇട്ടേക്കുന്നത്. അതായത് ഓടിനൊക്കെ പകരം കരിങ്കല്ലിൻ്റെ പാളികളാണ് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്ഷേത്രമാണിത് കണ്ട. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേര് വട്ടളഞ്ഞിരിക്കുന്നുണ്ട്, എന്തോ മീറ്റിങ്ങോ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നാഗക്ഷേത്രമാണ്, ബേറിംഗ് നാഗക്ഷേത്രം എന്നാണ്, നാഗ ടെമ്പിൾ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ. പിന്നെ അത് മാത്രമല്ല, ക്ഷേത്രം തുറന്നിരിക്കുന്നില്ല, അതിപ്പോൾ നടടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തരൊന്നും ഇല്ലാത്തൊരു സമയം. ഈ രണ്ട് ഫസ്റ്റ് വില്ലേജ് ആയാലും ശരി ലാസ്റ്റ് വില്ലേജ് ആയാലും ശരി, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു മുഖഭാവമൊക്കെ ഒരു തിബറ്റൻ സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ഇതിനെ ഫസ്റ്റ് വില്ലേജ് എന്നും സെക്കൻഡ് വില്ലേജ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു ജൈവ വൈവിധ്യം, കൂടാതെ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനവാസം ഉണ്ടായിരുന്നതിൻ്റെ അടുത്ത് കണ്ട ഒരു ഗ്രാമം അല്ല അടുത്തുണ്ടായിരുന്ന ഒരു വില്ലേജ് എന്നുള്ളതിൻ്റെ പേരിലും ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ശരിയായിട്ടുള്ള രീതിയിലൊരു മാനദണ്ഡം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ചെറിയൊരു ചെമ്പരിയാട് പോകണ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ചെമ്പരിയാട്. അതേമാതിരി തന്നെ ഒരാൾ അതിൻ്റെ മുന്നിൽ വേറൊരു ചെമ്പരിയാടിൻ്റെ കുട്ടീനെ തോളിലേറ്റിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ആ ചെറിയ ചെമ്പരിയാട് പോകുന്നത്.
ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് കയറണം, വലിയൊരു മലയിലേക്ക് ഇങ്ങനെ നടന്ന് കയറണം. ഈ നടന്ന് കയറുന്ന വഴികളിൽ ചുറ്റും വീടുകളാണ്. ചുറ്റും എന്ന് പറഞ്ഞാൽ 2 സൈഡിലും വീടുകൾ തന്നെയാണ്. വീടുകൾ എന്ന് പറഞ്ഞാൽ പഴയ വീടുകളുണ്ട്, പുതിയ വീടുകളും. അത് മാത്രമല്ല, പോണ വഴിയിൽ പല സ്ഥലത്തും ഇതേമാതിരി മരങ്ങൾ മുറിച്ച് ഇങ്ങനെ കഷ്ണം കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വിറകിന് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. കൂടാതെ ഇങ്ങനെ ഈ മലര മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അതായത് നമ്മൾ ഐസ് ഉരുകിയിട്ടുള്ള വെള്ളം എപ്പോഴും ഇങ്ങനെ വരുന്ന ആ ഒരു ശബ്ദവും ആ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയാം. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ്, അല്ല ചിറ്റുകൾ വില്ലേജിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയതിനും ആദ്യമായി കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ്